ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. നമുക്കിന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം ചിന്തിക്കാം. ഞാൻ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുന്നു. അവൻ ദർബയിലും ഇസ്രായേലിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരേണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അപ്പോൾ പൗലോസും ശീലാസും കൂടി ദർബയിലും ലുസ്രയിലും ചെന്നു. ഇതിനു മുമ്പ് അവിടെ ചെന്നത് പൗലോസും ബർന്നബാസുമായിരുന്നു. ഇപ്പോൾ ശീലാസാണ് പൗലോസിൻ്റെ കൂടെ. ശീലാസും ഒരു യഹൂദനാണ്. അവിടെ ലുസ്രയിൽ ഒരു പക്ഷേ കഴിഞ്ഞ മിഷണറി യാത്രയിൽ വിശ്വാസത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. തിമോത്തിയോസ് എന്നാണ് പേര്. അവനെക്കുറിച്ച് ഒരു ശിഷ്യനെന്നാണ് പറയുന്നത്. അപ്പോൾ അയാളൊരു നല്ല വിശ്വാസിയായിരുന്നു. മാത്രമല്ല അയാളെക്കുറിച്ച് നല്ല സാക്ഷ്യവുമായിരുന്നു. വിശ്വാസികളുണ്ട്, ശിഷ്യന്മാരുണ്ട്, സാക്ഷ്യമുള്ള ശിഷ്യന്മാരുണ്ട്. തിമോത്തിയോസ് ഈ മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. നല്ല സാക്ഷ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇവൻ ഒരു കുഴപ്പം ഉണ്ട്. ആ കുഴപ്പം എന്താണ്? അമ്മ യഹൂദ സ്ത്രീ, അപ്പൻ യവനനാണ്. അപ്പോൾ ഫുൾ യഹൂദനല്ല. പൗലോസിൻ്റെ കൂടെയുള്ള ശീലാസ് പൂർണ്ണമായും യഹൂദനാണ്. പൗലോസും യഹൂദനാണ്. അപ്പോൾ രണ്ട് യഹൂദന്മാരും അവരുടെ കൂടെ ഇപ്പോൾ ഇതാ ഒരു പകുതി യഹൂദനും. ഇവൻ്റെ അപ്പൻ യഹൂദനല്ലായിരുന്നതുകൊണ്ടായിരിക്കാം അവനെ പരിച്ഛേദന ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. അവൻ പരിച്ഛേദന ഏറ്റിട്ടില്ലായിരുന്നു. പൗലോസ് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ ഉദ്ദേശം ജാതികൾ പരിച്ഛേദന ഏൽക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാനാണ്. പക്ഷേ പൗലോസ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ യഹൂദന്മാരായ അനേക ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല യഹൂദന്മാർക്കെല്ലാം ഈ തിമോത്തിയോസ് പകുതി യഹൂദനാണ് അല്ലെങ്കിൽ പകുതി യവനനാണ് എന്ന കാര്യം അറിയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇവനെ കൂടെ കൂട്ടിയാൽ യഹൂദന്മാർ ഒരു പ്രശ്നമുണ്ടാക്കുമോ, എന്തിനാ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചായിരിക്കാം പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു. അതിനുശേഷം അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ യെരുശലേമിൽ നിന്ന് ഇപ്പോൾ അവസാനം അയച്ച ആ കത്തുണ്ടല്ലോ, ആ കത്തിലെ വിവരങ്ങൾ ജാതികൾ വിശ്വാസത്തിൽ വന്നാൽ അവർ ന്യായപ്രമാണം അനുസരിക്കുവാൻ ബാധ്യസ്ഥരല്ല, അതുപോലെ പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല, എന്നീ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. നേരത്തെ അവർ പോയ സ്ഥലമാണ്, അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചതാണ്. അവിടെയുള്ള വിശ്വാസികളോട് ഈ കാര്യം കൂടി പറയുകയാണ്. ഇപ്പോൾ യെരുശലേം കൗൺസിലിന് ശേഷം വന്ന ഒരു മാറ്റം പൂർണ്ണമായി യഹൂദനല്ലാത്ത ഒരാളെ കൂടെ തൻ്റെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു എന്നതാണ്. അതൊരു മാറ്റമാണ്, അത് നമ്മൾ ഓർക്കണം. ഇനി മറ്റൊരു കാര്യം, പൗലോസ് ഇവിടെ വന്ന് ജാതികളുടെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങളോ നിയമങ്ങളോ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പരിച്ഛേദനക്കാർ ഈ ഭാഗങ്ങളിലൊക്കെ എത്തി. അവരവിടെ വന്ന് നിങ്ങൾ സുവിശേഷം വിശ്വസിച്ചാൽ മാത്രം പോരാ, പരിച്ഛേദന ഏൽക്കണം, ന്യായപ്രമാണം അനുസരിക്കണം എന്നുള്ള തെറ്റായ ഉപദേശം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെതിരെ സംസാരിക്കേണ്ടത് ഒരാവശ്യമാണ്. എന്നാൽ ഈ കാര്യം യഹൂദന്മാരായ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആയിരിക്കും വളരെ നയത്തിൽ പൗലോസ് ഈ കാര്യങ്ങൾ ആ സഭകളിൽ അവതരിപ്പിച്ചത്. ഇതെല്ലാം ചെയ്ത സഭകളിലായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ സഭകൾക്ക് വളർച്ചയുണ്ടായി എന്ന് നാം വായിക്കുന്നു. സഭകളുടെ എണ്ണം കൂടി, അവിടെയുള്ള അംഗങ്ങളുടെയും എണ്ണം കൂടി. സുവിശേഷ പ്രസംഗം മാത്രം കൊണ്ട് സഭകൾ വളരില്ല.
സുവിശേഷം വിശ്വസിച്ച ആളുകളെ ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നതും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ ശുശ്രൂഷ തുടരാനായിരുന്നു പൗലോസിൻ്റെ പ്ലാൻ. പൗലോസ് ഇപ്പോൾ ഏഷ്യ മൈനർ, അതായത് പിസിഡിയൻ, അന്ത്യോക്യ, ലുസ്ര, ദർബ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇനി അവിടെ നിന്ന് കുറച്ചുകൂടി വടക്കോട്ട്, കുറച്ച് കിഴക്കോട്ട് പോയാൽ അതാണ് ഗലാത്യ സഭകളുള്ള സ്ഥലം. അങ്ങോട്ട് പോകണമെന്നായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹം. പക്ഷേ പരിശുദ്ധാത്മാവിന് അതല്ലായിരുന്നു പ്ലാൻ. പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു. ആ കാര്യമാണ് നമ്മൾ 6 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 16:6 മുതൽ. അവർ ആസിയയിൽ, അതായത് ഏഷ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗിയിലും ഗലാത്യ പ്രദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്യയിലെത്തി ബുഥിനിക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മെക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മെക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സൊമത്രാക്കയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഏഷ്യയിൽ ഇനി നിങ്ങൾ ഈ വചനം പ്രസംഗിക്കേണ്ട എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളെ തടയും. അത് പിശാചാണെന്ന് പറഞ്ഞ് അപ്സെറ്റാകരുത്. ചിലപ്പോൾ ദൈവം തന്നെ ചില കാര്യങ്ങൾ തടയും. എന്തുകൊണ്ടാണ് ദൈവം ഇത് തടഞ്ഞത് എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഉത്തരം, പൗലോസ് ഗലാത്യയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ, യെരുശലേം കൗൺസിലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഗലാത്യ ലേഖനം എഴുതേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ ഗലാത്യയിലേക്ക് പോകേണ്ട, അവിടെ പ്രസംഗിക്കേണ്ട, നേരെ മറിച്ച് മക്കദോന്യയിലേക്ക് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗലാത്യയിൽ പോകാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഗലാത്യ സഭകൾക്ക് യെരുശലേം കൗൺസിലിൽ എടുത്ത തീരുമാനം അറിയിക്കണമായിരുന്നു. അവിടെ യഹൂദ മതാനുസാരികൾ വന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് പൗലോസ് കേട്ടപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ ഒരു ലേഖനം എഴുതി. അതാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനം എഴുതിയില്ലായിരുന്നെങ്കിൽ എന്തു വലിയൊരു നഷ്ടമായിരുന്നേനെ. പല കാര്യങ്ങളിലും നമ്മൾ ഇന്നും യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ കഴിയേണ്ടി വന്നേനെ. അപ്പോൾ ദൈവം ചില കാര്യങ്ങളെ തടയുന്നത് വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്ന് നാം ഓർക്കുക. ഇനി അവിടെ വച്ച്, അതായത് മുസ്യ കടന്ന് ത്രോവാസിലെത്തിയപ്പോൾ പൗലോസിന് രാത്രിയിൽ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു, ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ പറയുന്നത് ഇത് കടലിൻ്റെ 2 സൈഡിലാണ്, അധികം ദൂരമില്ല. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകളുടെ വേഷത്തിലൊന്നും വലിയ വ്യത്യാസമില്ലായിരുന്നു. അപ്പോൾ വേഷം കൊണ്ട് ഒരു മക്കദോന്യക്കാരനെ തിരിച്ചറിയാൻ പറ്റുകയില്ല എന്നാണ് ചിലർ കരുതുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് ഈ രാത്രിയിൽ വന്ന് പറഞ്ഞ ആൾ ലൂക്കോസ് ആയിരുന്നു. ലൂക്കോസ് മക്കദോന്യക്കാരനായാണ് എന്ന് പൗലോസിന് അറിയാം, ഇതെഴുതുന്ന ലൂക്കോസിനും അറിയാം. അതുകൊണ്ട് ലൂക്കോസ് തൻ്റെ പേരെഴുതാതെ മറിച്ച് മക്കദോന്യക്കാരനായ ഒരാൾ വന്നു എന്നാണ് പറഞ്ഞത് എന്ന് പലരും കരുതുന്നു. നമുക്കതിന് വലിയ തെളിവൊന്നുമില്ല. പക്ഷേ 10ാം വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ആരായി ഞങ്ങൾ? പൗലോസിൻ്റെ കൂടെ ശീലാസുണ്ട്, ഇപ്പോൾ തിമത്തിയോസുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ എഴുതിയത് ശീലാസോ തിമത്തിയോസോ അല്ല, പൗലോസും അല്ല. അത് എഴുതിയത് ലൂക്കോസാണ്. അപ്പോൾ ലൂക്കോസ് ഞങ്ങളെ എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ കാര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ 16ാം അധ്യായത്തിൻ്റെ 10ാം വാക്യത്തിൽ ലൂക്കോസ് പൗലോസിൻ്റെ സഹയാത്രികനായി മാറുകയാണ്. ആരും അറിയാതെ വളരെ സ്മൂത്തായിട്ടാണ് ലൂക്കോസ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി തുറന്നുള്ള കാര്യങ്ങൾക്ക് ലൂക്കോസ് ഐ വിറ്റ്നസ് ആണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളോട് കേട്ടാണ് എഴുതിയതെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ താൻ ഫസ്റ്റ് ഹാൻഡായിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പൗലോസിൻ്റെ ടീമിൽ ഇപ്പോൾ
4 പേരുണ്ട്. പൗലോസ്, യഹൂദനായ ശീലാസ്, പകുതി യഹൂദനായ തിമോത്തിയോസ്, പിന്നെ മുഴുവൻ ജാതീയനായ ലൂക്കോസ്. അപ്പോൾ യെരുശലേം കൗൺസിൽ കൊണ്ട് ഉണ്ടായ ഒരു മാറ്റം, പൗലോസിൻ്റെ ഇവാഞ്ചലിസ്റ്റിക് ടീമിലെ അംഗങ്ങൾ അവരുടെ എത്തനിസിറ്റിയിലൊരു മാറ്റമുണ്ടായി. യഹൂദന്മാർ മാത്രമല്ല, ജാതികളായ ആളുകളും അയാളുടെ മിഷണറി ടീമിൽ ഉണ്ടായി. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്ത ആഴ്ച കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.